അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് അങ്ങോട്ട് കഴിഞ്ഞു, ഫോണിലെ പൈസ അങ്ങോട്ട് കഴിഞ്ഞു. പൈസ കഴിഞ്ഞ് പറഞ്ഞാൽ നെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ നിന്ന് കോൾ പോകില്ലല്ലോ. അപ്പോൾ കുറ്റിയും വലിച്ച് ഞാൻ പോവുകയാണ് അപ്പുറത്തെ പെരീക്ക്. ഓളെ ഫോണൊന്ന് വാങ്ങിങ്ങാണ്ട് വണ്ടിക്കാർക്ക് വിളിച്ചാനാണ്. ഓളോട് വിളിച്ചു തരാൻ പറയട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് നിറച്ച് കൊണ്ടുവരണം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ. ഗ്യാസിന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യം ഇടങ്ങാറ്. കാരണം ഗ്യാസും ഇല്ല, പിന്നെ വിറകടുപ്പ് നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പോന്നപ്പോൾ ഞാൻ ഗ്യാസ് അടച്ച് പോന്നപ്പോൾ കുറച്ച് കോഴി വാങ്ങി പോന്നതാണ്. അതങ്ങോട്ട് കേക്കിങ്ങാണ്ട് അടുപ്പത്തേക്ക് വെക്കുക. അതിലും വേണ്ട ഒന്ന് കേങ്ങുണ്ട്, അതും കേക്കിങ്ങാണ്ട് അങ്ങോട്ട് ഇട്ടിക്കണം. എന്തിനാ സമൂസ ഉണ്ടാക്കാനാണേ. അപ്പം ഇന്നിപ്പോൾ നമ്മൾ വേറെ കടിയൊന്നുമില്ല, നമ്മൾ പുറത്തത്തെ കടിയൊന്നും നമ്മൾ തിന്നൂല, കുട്ടികളെ തിന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് പൊറാട്ടയും മേടിച്ച് കൊടുക്കാം. നമുക്ക് ഈ സമൂസയും കട്ടൻ ചായയും കുടിച്ചാൽ മതി. ഇന്ന് നമുക്ക് അത്രയൊക്കെ മതി. ഓലും പറഞ്ഞപ്പോൾ കുറേ തിന്നണമെന്നൊന്നുമില്ലേ. പിന്നെ നമ്മൾ ചോറ് വെക്കുമല്ലോ, അത് രസം അങ്ങോട്ട് തിന്നണം. അപ്പോൾ അതിന് സമൂസ ഉണ്ടാക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും എണ്ണക്കടി. അപ്പോൾ കോഴിയിറച്ചിൻ്റെ ആയതുകൊണ്ട് നമുക്കിന്ന് സമൂസ ഉണ്ടാക്കാൻ പറ്റുകയും ചോദിച്ചു. അപ്പോൾ അതിലെ ഉള്ളിയൊക്കെ നമ്മളെ ചോപ്പറിലിട്ട് കണ്ടേ അത് അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക. അതാണെങ്കിൽ നല്ലൊരു ഉപകാരമുള്ള സാധനമാണ് കേട്ടില്ലേ. ഈ ഒരു ചോപ്പർ പറഞ്ഞത് നിസ്സാരക്കാരനല്ലത്, വലിയൊരു ഉപകാരമാണ് ഇച്ചത് തരുന്നത്. അപ്പോൾ ഇതില്ലാത്തവരൊക്കെ ഒന്നാണ് വാങ്ങിക്കൊണ്ട് 350-400 മുതൽ തുടങ്ങേണ്ട 500 റുപ്യ വിലയാണ് ഇപ്പോൾ ഇതിന്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വില അത്യാവശ്യം ഉറപ്പില്ല സാധനം ഞാൻ വാങ്ങുള്ളൂ. എൻ്റെ കുട്ടികളല്ലെങ്കിൽ അതാണ് നശിപ്പിച്ചു. ഓലാകുമ്പോൾ ഓല പരിക്കുമൊക്കെ പാടാകുമ്പോഴേ. അപ്പോൾ അത് നമ്മളവിടെ അരിഞ്ഞ് വെച്ചിരിക്കണം. അപ്പോൾ ഇതിന് കോഴിയൊക്കെ അവിടെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് തേങ്ങ ചെറിയങ്ങാണ്ട് ചാറൊക്കെ ലൈക്ക് അങ്ങോട്ട് വറുത്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ നോലുമ്പിൻ്റെ മുമ്പ് ചെയ്തെക്കണ ഒരു പണിയാണ്. ഇക്കുറി ഇതൊന്നും പറ്റിയില്ല. കാരണം നമ്മളെ പെരപ്പണി അങ്ങോട്ട് ജോറായി നോലുമ്പിൻ്റെ തലേന്ന് ഞായറാഴ്ച വരെ. അതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്തേക്കാൻ പറ്റിയില്ല. അവിടെയൊക്കെ ഇനി ഇൻഷാല്ലാ ആയുസുണ്ടായെങ്കിൽ അടുത്തല്ല അതൊക്കെ നമ്മൾ ഉഷാറാക്കണം. നമ്മളെ പുതിയ പെരയിൽ കൂടിയിരുന്നും ചെയ്തിട്ട് ഇതിപ്പോൾ എങ്ങനെയാണ് പോട്ടെ. ഇതൊക്കെ ഞാൻ മുന്നിൽ കൂട്ടി ഒരു 5-6 തേങ്ങയൊക്കെ ഞാൻ ചിരകി വറുത്ത് വെക്കണേണ്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പണിക്കാർ വരുമ്പോഴല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നുമ്പോൾ ഓല് വരില്ല, ഓൽക്ക് പറ്റുമ്പോഴേ ഓല് വരുള്ളേ. അപ്പോൾ അതാണ് അവിടെ കിടന്ന് അങ്ങനെ വറവാകട്ടെ. അപ്പോൾ അതിന് ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ കോഴിയൊക്കെ വെന്തിക്കണം. ഇത്ത കേങ്ങ അങ്ങോട്ട് ഒരു വിധം വെന്തത് അങ്ങോട്ട് എടുത്ത് വെക്കുക. അതാണ് ചൂടാറട്ടെ. അപ്പം ഇങ്ങനെ കാട്ടിയാൽ എന്താ പറയുക, കേങ്ങൊന്നും വേറെ വേവിച്ചും വേണ്ട, കോഴിയും തന്നെ വേറെ വേവിച്ചിട്ടില്ല. ഇതിൽ തന്നെ അങ്ങോട്ട് എടുത്ത് വെക്കണം. ഇതിലത്തെ കഷ്ണങ്ങൾ കുറച്ചങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇതൊന്നും വേറെ വെക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളതിന് വെറുതെ ഗ്യാസ് കളയാണ്. അങ്ങനെ ചാറൊക്കെ വെക്കുമ്പോൾ അതിൽ എടുത്താൽ മതി. അപ്പോൾ ഞെക്കില്ല മൈദ ഞാൻ ഓല നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിയിട്ടില്ല. അതെന്താ അറിയോ, വാങ്ങണ വെച്ചാൽ അത്ര തീർപ്പതില്ല, അതും ഞാൻ തിന്നൂല. അപ്പോൾ ഞാനിത് നമ്മളെ മൈദപ്പൊടി ഉണ്ടല്ലോ, അത് നല്ല ലേറ്റിൻ്റെ മൈദ, അതങ്ങോട്ട് വെള്ളം നനച്ച് കുഴച്ചാടെ വെക്കുക. അത് വാങ്ങലാണ് ഞാൻ, ലേറ്റിൻ്റെ മൈദ. അപ്പോൾ അത് ഓല വാങ്ങണമെന്ന് വെച്ചാൽ അത്ര തീർപ്പതില്ല. എന്താന്നാവും ഒരു ചൈത്താനോസുവാസം എന്ന് വേണമെങ്കിൽ അതിന് പറയൊക്കെ ചെയ്താൽ ഞാൻ അങ്ങനെ പുറത്തത്തെ ആ സാധനം തിന്നൂല. എൻ്റെ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കും, ഞാൻ തിന്നൂല. അപ്പോൾ ഇതിലൊന്നും ഉപ്പിട്ടും കണ്ടത് അങ്ങോട്ട് കുഴച്ച് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിയൊരു വീഡിയോ ഒന്നും അല്ലട്ടില്ലേ. വീഡിയോ കുറച്ച് 10-5 മിനിറ്റൊക്കെ വീഡിയോ ഉണ്ട്. അതെന്താ പറയുക, വീഡിയോ അങ്ങനെ പിന്നെ ഇട്ടത് ഞാൻ അങ്ങനെ ചുരുക്കിയുള്ളൂ. ഞാൻ 5 മിനിറ്റ് 7 മിനിറ്റിൽ ഏറെ വീഡിയോ നമ്മളതില്ല. അപ്പോൾ നമുക്ക് ഇനി ചിലപ്പോൾ പരസ്യമൊക്കെ വരാൻ തുടങ്ങുമ്പോഴേ അപ്പോൾ ഇതാവും, പിന്നെ വരൂലെന്നോ 5 മിനിറ്റ് ആയാലും ഒക്കെ ബുദ്ധിമുട്ടാത്തരേ. അപ്പോൾ കുറച്ച് നീളമല്ല വീഡിയോ വേണമെന്ന്. അപ്പോൾ നമ്മളെന്തെങ്കിലും കിട്ടാനാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ഇടങ്ങാറാണത്. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് കുറച്ച് നീട്ടുണ്ടാക്കിക്കണിട്ടില്ലേ. നിങ്ങളാരും ഇനി പിരാകരുതേ. നമുക്ക് പറ്റണ നേരത്തൊക്കെ നിങ്ങളിരുന്ന് കണ്ടോളി. അപ്പോൾ അതവിടെ ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഈ കോഴി കഷ്ണങ്ങൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തേക്കുക. എല്ലില്ലാത്തത് നോക്കിയാണ്ട് എടുക്കണം. അതാണല്ലോ പൈക്ക് വേണ്ടത്. നമുക്ക് എളുപ്പപ്പണിയാണ് കേട്ടില്ലേ, എളുപ്പപ്പണി. ഇവിടെ ഇപ്പോൾ പേടിച്ചാൻ ആരുമില്ല, അയച്ചും കാട്ടണം നിങ്ങൾ കരുതരുത്. അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞത് അയക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചിക്കണം, അതങ്ങോട്ട് വാടട്ടെ. പേടിച്ചാൻ ആളില്ല പറഞ്ഞാൽ പുതിയാപ്പളില്ല, അമ്മായിയും അമ്മസാക്കിയൊക്കെ മരിച്ചു വയ്ക്കല്ലേ. പിന്നെ നമുക്ക് എന്താണ്, നമ്മളെ ഇഷ്ടം പോലെയാണേ. ഓലില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മക്കളെ നല്ലോണം ഞാൻ അറിയുന്നുണ്ട് കേട്ടില്ലേ. അതൊരു സ്വർഗ്ഗം നിങ്ങൾ കരുതരുതേ. അമ്മായിയും അമ്മസാക്കി ഇല്ലാത്തത് നമുക്ക് വല്ലാത്തൊരു നഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഓലുണ്ടെങ്കിൽ ഉണ്ടല്ലോ അള്ളാ, ഞാൻ എങ്ങനെ പോലെ പൊന്നോലെ നോക്കി ഇനി ഇല്ലായിട്ട് പറയാനൊന്നും കരുതരുതേ. എൻ്റെ അമ്മായി നല്ല സ്നേഹമുള്ളൊരു മനുഷ്യനെന്ന് ഇത്രേ. അള്ളാ ഞാൻ ചെന്നപ്പത്തിനുണ്ടായില്ല. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഓലി നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ അല്ലേ.
അപ്പോൾ പേടിച്ചാൻ ആളില്ല, ചെന്തും കാട്ടച്ചാൽ അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കപകൂപം മതി എന്നപ്പം ഞാൻ പറയണത്. ഇനി നേരമില്ലാത്ത നേരം കൊണ്ടേ, അല്ലെങ്കിൽ നമുക്കൊരടുക്കും ചുറ്റിയിൽ ചിജ പണി തുടങ്ങിക്കണം 3:30-4 മണിക്കെന്ന് അങ്ങോട്ടാണ്. 4 മണിക്കെന്നൊക്കെ തുടങ്ങുക അറിയുമ്പോൾ ഒറ്റയ്ക്കൊരു കച്ചെത്തണ്ട എല്ലായിടത്തേക്കും. അപ്പോൾ അത് നടക്കൂല. അപ്പോൾ സമൂസൊക്കെ കുറച്ച് പണി ഉണ്ടേനു. എന്താ അറിയുമോ, നമ്മൾ ഈ ഓലൊക്കെ പരത്തി ഉണ്ടാക്കുമ്പോൾ അല്ല നമ്മൾ പൈസ കൊടുത്താൽ അങ്ങനെ ഈ പൈക്കാണ് നിറച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ കേങ്ങുണ്ടല്ലോ അത് നമുക്ക് മറ്റേ ഇതിലിട്ട് കാണ്ടേ എന്താ പറയുക, ചോപ്പറിലിട്ട് കാണ്ട് അങ്ങോട്ട് ഇതാക്കാം. സ്പൂൺ കൊണ്ട് ഞാൻ ആക്കിയിട്ട് അത് ഉടയണില്ല, കാരണം നല്ലോണം വെന്തിട്ടില്ല. അപ്പോൾ അതിനും നമുക്ക് ചോപ്പർ തന്നെ ഉണ്ടെങ്കിൽ അതെല്ലാറ്റിനും നമുക്ക് അതന്നെ. അതിൻ്റെ ഒന്നും കെഗ്ഗിയാൽ മതി, അതിന് വലിയ പണിയൊന്നുമില്ലേ. എന്നാലുണ്ടല്ലോ അത് മനുഷ്യൻ തരുന്നൊരു ഉപകാരമാണ് തരുന്നത്. ഒരു മനുഷ്യൻ്റെ കജ്ജുകൊണ്ട് നമുക്ക് എടുത്ത് തരുന്ന മാതിരി. ഇത് കുറച്ച് പണ്ട് വാങ്ങിയാൽ മതിയായിരുന്നു ആലോചിച്ചാണ് ഇപ്പം ഞാൻ. അപ്പം നമ്മൾ കോഴി കഷ്ണങ്ങളെല്ലാം നിങ്ങളുടെ അത് അയക്കന്നെ ഇട്ട് കൊടുക്കണത്. നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്നും ഇപ്പോൾ അതാക്കേണ്ട കാര്യമില്ല. എന്നാൽ പാകത്തിന് എത്ര നമുക്ക് വേണ്ടു അത്ര അങ്ങോട്ട് പൊടിഞ്ഞു വരും. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അതിന് കുടിച്ച് വലിച്ചാൽ മതി ആ വയറുമേ. പിന്നെ ഈ വയറ് പൊട്ടുന്നൊക്കെ പറയുന്നതൊക്കെ എല്ലാവരും ഇട്ടില്ലേ, പൊട്ടുകയെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അത് വാങ്ങിയിട്ടൊരു കൊല്ലമായി. അതിൻ്റെ അതുവരെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് വലിച്ച് പൊട്ടിച്ചാനൊന്നും നോക്കാഞ്ഞാൽ മതി. ഇപ്പം നമ്മളെ ഉള്ളി മസാലയ്ക്കുള്ള പിന്നെ ഇത് പൊടികൾ ഇട്ട് കൊടുക്കുക. സമൂസൻ്റെ മസാലയ്ക്കില്ലേ മുളകും മല്ലിയും മഞ്ഞളും അതിട്ട് കൊടുത്തു. ഒരു നുള്ളു ഉപ്പ് ഇട്ടു, കാരണം ഉപ്പ് നമ്മൾ ഉള്ളിയിലിട്ടിട്ടില്ല. കേങ്ങിലും കോഴിയിലൊക്കെ ഉണ്ടാവും അതിലിട്ട് ഉപ്പ്. നല്ല നുള്ളിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നേരായി വന്നു. ഇനി അപ്പത്തിന് കറിയും തിളച്ച് നിൽക്കണം. ഇനി നമുക്ക് അതും അങ്ങോട്ട് ഓഫാക്കി വെച്ചുകൊണ്ട് ഇതങ്ങോട്ട് പരത്തി വെക്കുക. സമൂസൻ്റെ ഓല അറിയുമ്പോൾ ഇതൊരു വലിയ ഓലയും നല്ല ഇട്ടില്ല. ഇത് നമ്മൾ ചപ്പാത്തി പരത്തണ മാതിരി ഇങ്ങോട്ട് പരത്തുകയാണേ. അതാണിപ്പോൾ ഇന്ന് കുറച്ച് വെള്ളവും ചെയ്തിക്കണം. വെള്ളം നല്ല പാകത്തിനായി വരലുണ്ട്. ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്ന അതാണ് വെള്ളം ഏറിയതാണല്ലോ. നേരം വെക്കണ നേരത്തെ തന്നെ നമുക്ക് ഒക്കെ ഉണ്ടാവും ചിജും. എന്നാലും ഇപ്പം അത് ഉണ്ടാക്കൽ നിർബന്ധമാണ്. കാരണം ഞാൻ അല്ലെങ്കിൽ ഇന്ന് പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി തന്നെ. കാരണം നോലും പറക്കുമ്പോൾ എന്തേലും ഒന്നും വേണ്ടേ, വെറും ചോറങ്ങോട്ട് വരുത്തുന്നാനും കജൂലേ. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തേക്ക് ചോറോ കഞ്ഞിയൊക്കെ തിന്നും കുടിച്ചും ചോദിച്ചു. നിങ്ങൾ വീഡിയോക്ക് ഇന്ന് നല്ല ഇളക്കണ്ടിട്ടില്ല. ഞങ്ങളൊന്നും വിചാരിച്ചത് എൻ്റെ പെൺകുട്ടി ഓള് ചെറുതല്ലേ, 5-6 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഓള് വീഡിയോ എടുക്കണത് ഓൾ തന്നെയാണ് എൻ്റെ വീഡിയോ മുഴുവൻ എടുത്തിക്കണിട്ടില്ലേ. ഇന്ന് എന്താണെന്നാ ഓളങ്ങനെ ഇളക്കണം അതാ ഫോണ്. പിന്നെ ഇപ്പം അതിനെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടെറിഞ്ഞാണ് പോകും, ഞാൻ ചിജൂലാറിന്. അപ്പം എങ്ങനെയാണ് നമ്മളെ ചപ്പാത്തി അല്ല ഇതുണ്ടാക്കുക. ചപ്പാത്തി പരത്തുമ്പോൾ പരത്തിയിട്ട് 4 കണ്ടാക്കി നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചാൽ കണ്ടം വെട്ടുന്നവർ 4 കണ്ടിട്ടില്ലേ ഏറിച്ചെടുത്ത് 4 പറ്റുള്ളൂ. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതെങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതാണ് ഇട്ട് കൊടുത്തിട്ട് ഈ ഭാഗത്തു നിന്ന് ഒന്നാണ് മടക്കി കൊടുക്കുക. പിന്നെ ആ ഭാഗത്തും മടക്കുക. പിന്നെ ആ മേലത്തെ ഇങ്ങോട്ട് അടിയിക്കും മടക്കുക. ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടിയും കണ്ടോളി. അത് ഈ കുട്ടി ഇതിങ്ങനെ ഇളക്കണോണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും ഞാൻ അത് കുറച്ച് നേരം കാട്ടിത്തരട്ടില്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളുമല്ലോ ആകാത്തവർക്ക്. വെഞ്ചമാര് പുറത്തുനിന്നൊന്നും സമൂസയും മറ്റൊരു സാധനം എണ്ണക്കടിയിൽ നിന്ന് വാങ്ങി തിന്നാത്തവർക്ക് ഇത് തന്നെ മാർഗം. അങ്ങനെ ഉണ്ടാക്കുക, തിന്നുക, പൊരിച്ചുക, തിന്നുക. നല്ല രസമാണ്. നമ്മളെ കജ്ജോണ്ട് ഉണ്ടാക്കണാകുമ്പോഴേ നമുക്ക് തിരുപ്പതി പോലെ തിന്നും ചിഞ്ചാലോ. ഇതൊന്നും ഇപ്പോൾ പുറത്തുനിന്ന് തിന്നാത്തോലൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ലേ. ഞാൻ എന്താന്നാവും ഇങ്ങനെ ആയത്. ഇതൊരു വിശ്വാസമാണ് ചെയ്താൻ വിശ്വാസം ഇക്കാരം എന്താ ഇപ്പോൾ കാട്ടത് അങ്ങനെ ശീലമായി. തിന്നൂല എന്നൊന്നും പറയില്ല. ചിലപ്പോൾ വല്ല ഗതികെട്ട അവസരത്തിൽ നമ്മളല്ല അരിച്ചാലൊന്നും വെള്ളം കുടിച്ചേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ എന്താ കാട്ടുക, അപ്പോൾ അതും കുടിച്ചും. എന്നാൽ മാതിരി ഇപ്പം ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. വന്നാൽ ഞാൻ കുടിച്ചൊക്കെ രുചിച്ചിട്ടില്ലേ. ഇതിപ്പോൾ നമുക്ക് ആവതുണ്ടല്ലോ. നമുക്കൊക്കെ വെജാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റങ്ങൾ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നുമോ? ഇല്ല. ഇപ്പോൾ നമ്മളമ്മമാർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് ഇപ്പോൾ നമ്മൾ പെടുന്നില്ലല്ലോ. ഓലെന്തെല്ലാം ഇപ്പോൾ ഈ നോലുമ്പിനൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണ്. ഇഞ്ചൊക്കെ വല്യമ്മ മരിച്ചു പോയിട്ടില്ലേ, ഒരു കൊല്ലം ഇഞ്ച ആങ്ങളിനൊക്കെ പെറ്റിടുന്നന്ന് കുംഭമീന മാസം അത്ര 4 കയറ്റുന്ന വെള്ളം കൊടുന്നത്ര പെറ്റെടുക്കണം ഉമ്മാനെ നോക്കിയെന്ന് ഇതൊക്കെ തിരുമ്പിന്ന് നേരാക്കിയിരുന്നത്. ഇന്ന് നമ്മൾ ചിജു അങ്ങനെ ഇല്ല. അതാ പറഞ്ഞ് നമ്മളെ കാലം കഴിച്ചുമ്പോൾ നമ്മളെ മക്കൾ നമ്മളൊരു ഭാഗത്താകുമ്പോൾ ഓലൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കാറിട്ടില്ലേ വെച്ചുണ്ടായി തരൂല. അപ്പോൾ അതുകൊണ്ട് വലിയ ഇർത്താനൊന്നും ഇപ്പം ഞാൻ പറയണില്ല. ഇപ്പം അങ്ങനെയാണ് പോട്ടേ എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഹോട്ടലിൽ ഞാൻ വാങ്ങായല്ല, ഞാൻ വാങ്ങലുണ്ട്. വാങ്ങിയതിൻ്റെ കുട്ടിയൊക്കെ കൊടുക്കും, ഞാൻ തിന്നൂല.
കണ്ടാണ് ഹോട്ടലുകാരും വിഷമിച്ചിരുന്നിട്ടില്ല. എന്താന്നാവാതെ അങ്ങനെ ശീലമായി. ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടേ. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ വാങ്ങിക്കൊടുത്ത് ശീലമാക്കുകയും ചെയ്തു. നമുക്കിപ്പോൾ പണ്ട് ഹോട്ടലിൽ നിന്നുണ്ടായിരുന്നില്ല, പെരയിൽ നിന്നാ തിന്നാലാത്ത കാലഘട്ടം നല്ല. ഇപ്പം അതൊന്നും ഇല്ലട്ടില്ലേ. ഇപ്പം നമുക്ക് വേണ്ട തിന്നാനും കുടിച്ചാനും എടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നമ്മളെ ചെറിയ കാലത്തൊക്കെ പ്രായത്തിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ഇക്കാരം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി കണ്ടോളി കേട്ടോ. ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് നിറച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് അതൊക്കെ ഇപ്പോൾ മനസ്സിലാവണവർക്കുണ്ടല്ലോ പെട്ടെന്നാണ് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പെരയിലുണ്ടാക്കാത്ത വല്ല മുതലും ഉണ്ടോ ഉണ്ടോ. അങ്ങനെ ആയപ്പോൾ 3 കോണം അങ്ങോട്ടായി വന്നു. ഇനി നമുക്ക് ട്രൈപ്പോഡ് വാങ്ങട്ടെ, എന്നിട്ട് നമ്മളെ വീഡിയോ ഉസാറാക്കണിട്ടില്ലേ. നിങ്ങൾ ആരും ഇട്ടെറിഞ്ഞ് പോകരുതേ. നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത മാതിരി സപ്പോർട്ട് ഇനി നിങ്ങൾ ഇച്ച് തരണിട്ടില്ലേ. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഇടാൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ടേ. അതിൻ്റെയൊക്കെ കാരണം തന്നെയാണ്. കുട്ടികളെ വീഡിയോ എടുക്കാൻ കിട്ടൂല. വീഡിയോ എടുക്കാൻ വിളിച്ചാൽ പോലെ ആ ഫോണുമേ അങ്ങോട്ട് കളിച്ചു. പിന്നെന്താ കാട്ടുക. ഇനി നമുക്ക് ട്രൈപ്പോഡ് വാങ്ങണം. ഇൻഷാല്ലാ അത് അധികം വെക്കാതെ അത് വാങ്ങിയിട്ട് ഇനി നമുക്ക് നല്ല വീഡിയോ ഒക്കെ ഉണ്ടാക്കണം. വീഡിയോ ഉസാറാക്കണം. കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനുള്ളതുണ്ട്. ഒക്കെ നിങ്ങൾ കാണണം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഹൗസില്ലാറിനാണ് ഇട്ടെറിഞ്ഞ് പോകരുത്. ഇപ്പം നമുക്ക് ഈ നൂലിമ്പിൻ്റെ ഒരു പരിമിതികളും ഉണ്ട്. അപ്പോൾ അതൊക്കെ പാടരുത്. ഞാൻ വേറൊരു മോഡലാക്കാൻ നോക്കിയാൽ എന്താ അറിയോ, ഇതങ്ങോട്ട് നീണ്ടുപോയി. വളറിയിട്ടാണതേ ആ നീണ്ടുങ്ങാണ്ടാണ് പോയി. അപ്പോൾ നമുക്കിത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിങ്ങാണ്ട് ഇപ്പം ഇതിന് കജ്ജണമല്ലോ. അല്ലാതെ ഇപ്പോൾ എടുത്ത് വലിച്ചെറിയാൻ ഞാൻ എന്തായാലും കരുതിയിട്ടില്ല. അപ്പോൾ അത് വേറെ കോലത്തിലാക്കി വയ്ക്കിയതാണ്. അതിപ്പോൾ ലാസ്റ്റ് പൊരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ടായി മാറി. എന്നാലും പാടില്ല, അതവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല. നമുക്ക് എന്താ ഇട്ടറിയോ, ആദ്യമൊന്ന് 2 ആക്കിങ്ങാണ്ട് പരത്ത കുറച്ച് കട്ടിയിൽ 2 അല്ലത് 1 ആക്കിയാണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെ. കാരണം അത് എടുക്കുമ്പോൾ എണ്ണ ഒട്ടിയിട്ടേ ഇങ്ങോട്ട് വലിച്ചുമ്പോൾ നീളുകയാണ്. അത് വെള്ളം എറിയതാണ്ടില്ലേ. ഞാൻ കുറേ കാലമായി ഞാൻ അങ്ങനെ തന്നെ ഞാൻ സമൂസ ഉണ്ടാക്കലേ. അതിനൊരു കുഴപ്പവും പറ്റൂല. അപ്പോൾ നമുക്കത് അങ്ങ് നല്ലോണം അങ്ങോട്ട് പരത്തി ആദ്യമൊക്കെ അങ്ങോട്ട് പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് ഉണ്ടോ ഇതൊക്കെ നീണ്ടു. ഷേപ്പ് മാറും, വേറെ കുഴപ്പമൊന്നുമില്ല. സമൂസൻ്റെ ഷേപ്പ് അങ്ങോട്ട് കിട്ടൂല. അത് ഞാൻ രണ്ടാമത് പരത്തിയതാണ്. അതുകൊണ്ടുണ്ട് അത് നല്ല മട്ടത്തിലായി വന്നു. ഇത് കാണുമ്പോൾ നമുക്ക് പിരാന്ത് പിടിച്ചില്ല. പക്ഷേ തിന്നാണ്ടല്ലോ നല്ല രസമാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾ ഉണ്ടാക്കണമെന്നും കൂടിയല്ലേ. സമയം ഇപ്പോൾ 6 മണിയൊക്കെ കഴിക്കണിട്ടില്ലേ. സമയം പോകുമ്പോൾ വല്ല പണിയുണ്ടോ, ഇത്ര വേഗം സമയം പോകണം. എന്തായാലും ഇപ്പം നനക്കാൻ പോകാല്ലാത്തതുകൊണ്ട് പെരുമായ പെയ്തില്ല മിഞ്ഞാന്ന് അന്തിക്ക്. അതുകൊണ്ട് നനക്കാൻ പോകേണ്ട ഗതികേടില്ല. അതുകൊണ്ട് അങ്ങനെ കെട്ടയച്ചിട്ട് പിന്നെ ഇനി ബാക്കിയുള്ള പണികൾ അങ്ങോട്ട് എടുക്കാം. നനക്കാനൂടി രാവിലെയും വൈകുന്നേരം ഞാൻ ഇവിടുന്ന് എടുക്കുന്ന നടന്നാണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ദിവസങ്ങളിലും ഇപ്പം നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഇന്നിപ്പോൾ ഈ ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് ഇപ്പം ഇത്ര നേരം വെക്കിയത്. ഇല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ആവൂല. ഗ്യാസാണ് ഇപ്പോൾ ബുക്ക് ചെയ്തിക്കൊണ്ട് വരുന്നുമില്ല. ഗ്യാസ് ഇല്ലത്തരെ എന്ത് ചെയ്യുന്നാവോ. ഞാൻ അതിനും സമരം ഇരിക്കുമെന്ന് വെച്ചറിയില്ല. ഞാൻ ഇപ്പോൾ ന്യൂസൊന്നും കേൾക്കലും ഇല്ല, വിവരവും ചെലുത്തില്ല. അതുകൊണ്ട് അത് 2ാമത് പരത്തി ഉണ്ടാക്കിയാണ്. ഇത് നല്ല ഉസാറായി ഉണ്ടാവും. അപ്പോൾ വലിവുമില്ല, ഒന്നുമില്ല. കുറച്ച് കട്ടിയുണ്ട്. കട്ടിയിലുണ്ടാവുന്നുള്ളൂ. മറ്റേ നല്ല നൈസിൽ പരത്തേ കനം കുറഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഒരു വിധത്തിൽ. സമൂസൻ്റെ കോലം ചൊല്ലെങ്കിലും കൊണ്ട് നല്ല സമൂസ ഉണ്ടാക്കി കിട്ടിയില്ല നമുക്ക്. അപ്പോൾ ഇനി കുറച്ച് എണ്ണ ഇറങ്ങാണ്ട് നമുക്ക് ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിക്കണം. ഇനി അത് നല്ലോണം ചൂടായിട്ട് ഇല്ലാണ്ട് നിങ്ങൾ ബേജാറായി പണിയെടുത്താലാണ് ഇങ്ങനത്തെയൊക്കെ കോലവും ചെയ്യലും. ബേജാറ് പറഞ്ഞാൽ വാങ്ങി കൊടുക്കുമ്പോഴത്തേന് ഇതാകണ്ടേ. നമ്മൾ അമ്മോൻ്റെ ഒരു കുട്ടിയുണ്ട് ഇവിടെ, ഓനും ഉണ്ട് നോലും പറക്കാനേ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കുട്ടികൾക്കൊന്നും നോലുമ്പില്ല. കുട്ടികളെ ഞാൻ നോലുമ്പ് പഠിപ്പിച്ചാൽ ഓലക്ക് പലതും വേണ്ടി വരും. ആ പറഞ്ഞ നേരത്തെ ചിലപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുക. എന്നോല് നീച്ചിട്ടില്ല, പെലച്ചക്ക് നീച്ചാൻ അറിഞ്ഞില്ല. ഓലും വിളിച്ചതും ഇല്ല. ഞാനോലെ മഴയൊക്കെ പെയ്ത് കറണ്ടൊക്കെ പോയിട്ട് ആണ് കടന്നുറങ്ങി. അവിടെ സുബയ്യ വാങ്ങി കൊടുത്തപ്പോഴാണ് ഞാൻ അറിയണത്. അവിടെ പിന്നെ പെലച്ചൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കുട്ടികളെയും വിളിച്ചില്ല. അപ്പോൾ ഓലക്ക് നോലുമ്പുണ്ടെങ്കിൽ ഇതൊന്നും പോരാ. ഓൽക്ക് എല്ലാതും വേണ്ടി വരും. ഓല് തിന്നിട്ടില്ലെങ്കിൽ ഓലെ കണ്ണിലിങ്ങനെ കാണണേ. അതുകൊണ്ട് ഓലെ വിളിച്ചാൽ നമുക്ക് മെനക്കെടാണ്. അപ്പോൾ ഓലെ നമുക്ക് ഒഴിവും തരമുള്ളൊരു ദിവസം. ഇപ്പോൾ ഗ്യാസ് കുറച്ച് ദിവസത്തിന് ഉണ്ടാകുമല്ലോ. ഇതിപ്പോൾ ഈ അടുപ്പില്ലാത്തതുകൊണ്ട് ഒക്കെ ഗ്യാസുമ്മയല്ലേ. ഗ്യാസിൽ നോലുമ്പോൾ ഇപ്പോൾ വേഗം കഴിഞ്ഞിക്കണം. കരുതിയ മാതിരിയല്ല.
അപ്പോൾ അത് വാങ്ങി കൊടുത്തിട്ടില്ലേ, വാങ്ങി കൊടുത്തപ്പോഴത്തേന് ഞാനെന്താ ഇട്ടിറങ്ങണം, സമൂസ ഉണ്ടാക്കിയേ പാത്രത്തിൽ തന്നെ അങ്ങോട്ട് കൊടുന്ന് വെച്ചിരിക്കുക. പ്ലേറ്റിലൊന്നും ഇട്ടിട്ടില്ല. പ്ലേറ്റിൽ ഇടണമെന്നൊന്നുമില്ലല്ലോ നമുക്ക് തിന്നാനില്ലേ, അത് ഒത്തിരിക്കണം. അപ്പോൾ ഓല അത് കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞാണ്ട് ഓൽക്ക് പൊറാട്ട അങ്ങോട്ട് കൊടുക്കുകയാണ്. പൊറാട്ട നോലും പുറന്ന അത്ര നല്ലതൊന്നുമല്ല, മറ്റേ കുട്ടിക്ക് നോലും തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ ഇല്ലാത്തുള്ളൂ. അപ്പോൾ അത് ഒരു ഗതികേടാണ്. എന്നാലും കുട്ടികൾക്ക് പൊറാട്ട നല്ല ഇഷ്ടമാണ്. മൈദപ്പൊടി അറിഞ്ഞിട്ട് കാര്യമില്ല, നല്ല രസമാണല്ലോ തിന്നാനില്ലേ. അപ്പോൾ അത് ഓൽക്കാണ് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.